5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സ്വരാജിൻ്റെ 36 ലക്ഷത്തിൻ്റെ കാർ വിവാദമായ ഒരു കാലത്താണ് നാം പറയുന്നത്. വലിയ വിവാദമായി. ഭാര്യയുടെ ലോൺ എടുത്താണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കൾ സഞ്ചരിക്കുന്ന കാറുകളെ സംബന്ധിച്ചും അവരുടെ ജീവിത രീതി ശൈലിയെ സംബന്ധിച്ചൊക്കെ വലിയ വാർത്തകളാണ് എപ്പോഴും ട്രോളുകളായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പഴയ കഥ. അത് കുറച്ചൊരു പഴയതാണ്, പക്ഷേ എങ്കിലും അതിനൊരു പുതുമയുണ്ട് എല്ലാ കാലത്തും. അതുകൊണ്ടാണ് ഈ കഥ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്ന നെഹ്റു, ജവഹർലാൽ നെഹ്റു, സാക്ഷാൽ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിയുടെ മാനസപുത്രനും ഇന്ദിരാഗാന്ധിയുടെ പുത്രൻ എന്ന് പറഞ്ഞാൽ പ്രായത്തിനനുസരിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇന്ദിരാഗാന്ധിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കോൺഗ്രസ് നേതാവായിരുന്ന തമിഴ്നാട്ടിലെ കാമരാജും തമ്മിലുള്ള ഒരു സംഭാഷണ കാര്യമാണ് ഞാനിവിടെ ഇന്ന് സൂചിപ്പിക്കാൻ പോകുന്നത്. കാമരാജ് തമിഴ്നാട് മുഖ്യമന്ത്രി, നെഹ്റു രാജ്യത്തിലെ പ്രധാനമന്ത്രി. തമിഴ്നാട്ടിലെ ഒരു ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെടുത്തി നെഹ്റു തമിഴ്നാട് സന്ദർശിക്കുമ്പോൾ നമുക്കറിയാം, തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ ഒരുപാട് വയലേലകളിലും ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിലും കൂടെയൊക്കെ കാർ പോകേണ്ടി വരും. അങ്ങനെ നെഹ്റു ഇരുന്ന കാറിൽ കാമരാജും കൂടി ഇരുന്ന് പോകുമ്പോൾ ആരോ സൂചിപ്പിച്ചു, ഇത് കാമരാജിൻ്റെ ഗ്രാമമാണ്. അപ്പോൾ നെഹ്റു ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാമരാജിൻ്റെ അമ്മയെ കൂടി കണ്ടിട്ട് പോയാലോ എന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് കാമരാജ് ശരി അത് നിഷേധിച്ചില്ല. അപ്പോൾ സാധാരണ നമ്മളാണെങ്കിൽ ശരിയെന്ന് പറഞ്ഞ് ആരെങ്കിലും വീട്ടിൽ വിട്ട് വലിയ ചായ, കാപ്പി, ചോറ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാൻ വരും. കാര്യം വരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, ഒക്കെ വരും, അല്ലെ മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി കാമരാജ് പറഞ്ഞത് അമ്മ ഇവിടെ ഉണ്ട്, ഗ്രാമത്തിലാണ്, വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ പറഞ്ഞ് നമുക്ക് കാണാം എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞ് വീണ്ടും വണ്ടി കുറേ മുന്നോട്ട് പോയി. വണ്ടി ഒരു പാടത്തിൻ്റെ വരമ്പിലൂടെയാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നെഹ്റുവിനാകെ ഒരു കൺഫ്യൂഷനായി, ഇത് എങ്ങോട്ടാണ് ഈ വണ്ടി പോകുന്നത്? ആൾപ്പാർപ്പില്ലാത്ത ആളുകൾക്ക്, കൃഷിക്കാർ മാത്രം നിൽക്കുന്ന, കർഷകർ മാത്രം നിൽക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ നടുക്കൂടി കാർ പോയിട്ട് ഇതെന്താണ്, എവിടെയാണ് വീട്? കാരണം വിശാലമായ പാടശേഖരം, വയലുകളുണ്ട്, അതിൻ്റെ നടുക്കൂടെയുള്ള ഒരു വരമ്പ് പോലത്തെ റോഡ്, ഇത് എവിടെയാണ് കാമരാജിൻ്റെ വീട്? അമ്മ ഇരിക്കുന്ന എവിടെയാണെന്ന് നെഹ്റുവിന് അതിശയമായി. അങ്ങനെ കുറച്ചു ദൂരം പോയപ്പോൾ കാമരാജ് കാർ ഡ്രൈവർ പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു. പെട്ടെന്ന് നെഹ്റുവിൻ്റെ അതിശയം കൂടുകയാണ്. ഇതെന്താണ് സംഭവിക്കുന്നത്? എവിടെ, ഇയാൾക്ക് വട്ടായോ? എന്താണിത്? എവിടെ അമ്മ എന്നുള്ള നിലയിൽ നിന്നപ്പോൾ പെട്ടെന്നാണ് കാമരാജ് പുറത്തിറങ്ങി തലവെളിയിലേക്കിട്ട് അമ്മയെ എന്ന് വിളിക്കുന്നുണ്ട്. കുറച്ച് ശബ്ദോച്ചത്തിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചകലെ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകൾ, ഒരു സംഘ സ്ത്രീകൾ കറ്റയെടുക്കുകയും ഈ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുറേ സ്ത്രീകൾ നടന്നു വരുന്നുണ്ട്. ആ സ്ത്രീയിൽ ഏറ്റവും പ്രായമുള്ള സ്ത്രീ ആയിരുന്നു കാമരാജിൻ്റെ അമ്മ. തമിഴ്നാട് മുഖ്യമന്ത്രി കാമരാജിൻ്റെ അമ്മ ആ സ്ത്രീ ആയിരുന്നു. ഇത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളവർ ഇത് പഠിക്കണം. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും BJP-ക്കാരായാലും ഇത് നിങ്ങൾ പഠിക്കണം. ആ കാമരാജിൻ്റെ അമ്മ അപ്പോൾ അവിടെ ചേറിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നതായിരുന്നു. അപ്പോൾ അമ്മയെന്ന് വിളിച്ച് അടുത്ത് കൊണ്ടുവന്ന് നെഹ്റുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് ഇന്ത്യൻ ആരെന്നറിയാവോ? അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കറിയില്ല. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ഓ അതാണോ എന്ന് പറഞ്ഞ് അമ്മയ്ക്കും വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല, കണ്ടത് സന്തോഷം എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അമ്മയ്ക്കും ഒരു അതിശയവുമില്ല. ഇന്ന് ആ നെഹ്റുവിനൊരു വലിയൊരു സംഭവമായിട്ട് വല്ലാതെ ഫീൽ ചെയ്തു. കാരണം തൻ്റെ പാർട്ടിയിലെ ഒരു നേതാവിൻ്റെ, മുഖ്യമന്ത്രിയുടെ അമ്മ ചേറിൽ പണിയെടുത്ത് അവിടെ വച്ച് കാണാൻ ഉണ്ടായ ഒരു സാഹചര്യമുണ്ടല്ലോ, അതൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വേറിട്ടൊരു അധ്യായമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഉണ്ടായിരുന്നൊരു രാഷ്ട്രീയ തത്വസംഹിതയുടെയും സദാചാരത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും നാട്ടിൽ നിന്നാണ് ഇന്ന് ഈ 36 ലക്ഷത്തിൻ്റെ കാറിൻ്റെ കഥകളും ഈ പറയുന്ന ആഡംബര ജീവിതത്തിൻ്റെയും തട്ടിപ്പിൻ്റെയും അഴിമതിയുടെയും പുതിയ കേളി രംഗങ്ങൾ നമ്മൾ കേൾക്കുന്നത്. ഇത് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് സമകാലിക പ്രസക്തി എന്തെന്ന് ചോദിച്ചാൽ എല്ലാ രാഷ്ട്രീയക്കാരും, പ്രത്യേകിച്ച് പുതിയതായി വരുന്ന രാഷ്ട്രീയക്കാർ ഇതൊന്നറിയേണ്ടതുണ്ട്. ഇപ്പോൾ സന്ദീപ് വാര്യറിനെ സംബന്ധിച്ച് വലിയ ആക്ഷേപമുണ്ട്. സന്ദീപ് വാര്യർ വലിയ കാറിൽ സഞ്ചരിക്കുന്നു, വലിയ ഹോട്ടലുകളിൽ താമസിക്കുന്നു, വലിയ രീതിയിൽ നിന്ന് പോകുന്നു. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് വരുമാനം? അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും ഇങ്ങനെ പറയുന്നു. അപ്പോൾ അവർക്കുള്ള വരുമാനം എവിടെ നിന്നാണ്? ചെറുപ്പക്കാർക്കൊക്കെ ആരാണ് നിങ്ങളുടെ ബിനാമി? ആരാണ് നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരുന്നത് എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നൊരു പൊതുസമൂഹത്തിന് മുന്നിൽ തലകുനിച്ച് കുറ്റം പറഞ്ഞ് ഭാര്യയുടെ കാറാണ്, മോൻ്റെ കാറാണ്, എനിക്ക് പരമ്പരാഗതമായി കിട്ടിയതാണ്, അപ്പടിയാണ് ഇപ്പടിയാണെന്ന് പറയാതെ സത്യസന്ധമായി ജനങ്ങളോട് സംവേദിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. അതിന് നിങ്ങൾക്ക് മാതൃകയായി മറ്റെങ്ങും പോണ്ട, നമുക്ക് മുന്നിൽ ഒരു കാമരാജ് തന്നെയുണ്ട്. അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവരും ഈ ചരിത്രം ഒന്ന് അറിഞ്ഞിരിക്കണം. 60കളിൽ ഭാരതത്തിൽ, കേരളത്തിലുമൊക്കെ ഇതുപോലെ ആദർശശുദ്ധിയുള്ള ധാരാളം നേതാക്കൾ ഉണ്ടായിരുന്നു. അതിൽ കാമരാജ് മുഖ്യമന്ത്രി കൂടി ആയതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത്തരം വീഡിയോകൾ കാണുകയും ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ചരിത്രത്തിൽ
രത്നങ്ങളായി നിൽക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വെക്കുവാൻ കഴിയുകയുള്ളൂ. എല്ലാവരും ഇത് കാണണമെന്നാണ് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നത്.